ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസിന്റെ റെസിപ്പി നോക്കിയാലോ. പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി കൂടിയാട്ടത്. അപ്പോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഫുഡ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ടൊമാറ്റോ റൈസ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ കടായി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒഴിക്കുന്നതിന് പകരം ഏതെങ്കിലും റിഫൈനഡ് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ഏലക്ക, 4 ഗ്രാമ്പു, ചെറിയ 3 കഷ്ണം കറുവപ്പട്ടയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത ശേഷം ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാട്ടാ. സവാള ചേർത്തിട്ടേ കുറെ നേരം ഒന്നും വഴറ്റണ്ട, ഒരു 2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോ 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളക് അരിഞ്ഞെടുത്തതാണ്. അപ്പൊ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ല പോലെ വഴറ്റി കൊടുക്കാട്ടാ. ഈ സമയത്തെല്ലാം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. സവാള ഗോൾഡൻ കളർ ഒന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് നിറം മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. സവാളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാട്ടാ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണോട്ടാ തക്കാളി പേസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ. ദാ ഇപ്പോ നല്ല പോലെ ഒന്ന് അടിച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോതാ നമ്മുടെ സവാളൊക്കെ വെന്ത് നിറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച മണം ഉണ്ടല്ലോ, അത് മാറി കിട്ടുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി കേട്ടാ. ഇപ്പോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തക്കാളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ വീണ്ടും ഇതൊന്ന് വഴറ്റിയെടുക്കാട്ടാ. തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാറുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി കേട്ടാ. ഇപ്പോ തക്കാളിയുടെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാട്ടാ. മസാലയുടെ ആ ഒരു പച്ച മണം ഉണ്ടല്ലോ, അത് മാറി കിട്ടുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോതാ മസാലയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. അപ്പൊ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ഒപ്പം തന്നെ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. ഇനി ഇതൊന്ന് നന്നായി തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോതാ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഞാൻ 250 ഗ്രാം ബസുമതി റൈസ് നന്നായിട്ട് വേവിച്ചെടുത്തതാട്ടെ ഇത്. അപ്പോൾ നമ്മുടെ ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ മസാലകളെല്ലാം ചോറിൽ നല്ല പോലെ പിടിക്കുന്ന തരത്തിൽ വേണോട്ടാ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ. പിന്നെ ടൊമാറ്റോ റൈസ് തയ്യാറാക്കി എടുക്കാൻ ബസുമതി റൈസ് തന്നെ വേണമെന്നില്ല ട്ടാ, നമ്മുടെ സാധാ ചോറായാലും മതി ട്ടാ. ഇപ്പോതാ ഞാൻ നല്ല പോലെ നമ്മുടെ മസാല ഒക്കെ ഈ ചോറിലേക്ക് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. അപ്പോ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ടൊമാറ്റോ റൈസിന്റെ കൂടെ കഴിക്കാൻ അച്ചാറും ഒരു പപ്പടവും മാത്രം മതി കേട്ടോ. അപ്പോ എന്റെ എല്ലാ കൂട്ടുകാരും ഒരു തവണയെങ്കിലും ഇതുപോലെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി നോക്കണോട്ടാ.
നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.